തമ്മിലടിക്കുന്ന നേതാക്കൾ എന്നെ കാണാൻ വരണ്ട. ഇത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ്. കലഹിക്കുന്ന ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ ഇനി ഒരു സ്വാധീനവും ഉണ്ടാകില്ല എന്നാണ് രാഹുൽ പറയുന്നത്. ഇത് ഏത് നേതാക്കളെ ഉദ്ദേശിച്ചാണ് രാഹുൽ ഇങ്ങനെ പറഞ്ഞത്? രാഹുൽ ഗാന്ധി എല്ലാ നേതാക്കളെയും ഉദ്ദേശിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാവായിരിക്കും, പക്ഷേ കാണാനായി പോകുമ്പോൾ ഇദ്ദേഹം അവഗണിക്കുകയും ചെയ്യും. പിന്നീട് രാഹുൽ ഗാന്ധി തെറിയും വിളിച്ച് അവർ BJP-യിൽ ചേരുന്നതാണ് നാം പലതവണ കണ്ടിട്ടുള്ളത്. അതിനൊരു സമാനമായ ഒരു നീക്കമാണോ ഈ കർണാടകയിൽ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് നാളുകളായി തന്നെ ശിവകുമാറും ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ഉയരുന്നുണ്ട്. DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ അവിടെ പോര് വളരെ രൂക്ഷമായിരിക്കുകയാണ്. അതിന് ഏറ്റവും തുടക്കമിട്ടത് ഈ കഴിഞ്ഞ ശിവരാത്രി കാലത്തായിരുന്നല്ലോ. കോയമ്പത്തൂരിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ ശിവകുമാറും വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് തന്നെ ഈശാ യോഗയുടെ പരിപാടിയിൽ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്തു. അന്ന് തൊട്ട് തന്നെയായിരുന്നു ഈ ചർച്ച ഉയർന്നത്. ശിവകുമാർ BJP-യിലേക്ക് വരുമോ എന്ന ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് അങ്ങനെയില്ല, താൻ BJP-യിലേക്ക് പോകില്ല എന്നത് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയായ ശിവകുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ മാത്രം ചുരുങ്ങിയപ്പോൾ കർണാടക എന്നൊരു വലിയ സംസ്ഥാനത്തിലേക്ക് ഈ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയല്ല, സിദ്ധരാമയ്യമല്ല, അത് ശിവകുമാറാണ്. ശിവകുമാറിന്റെ കയ്യിൽ കൃത്യമായി കർണാടക രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ പണത്തിന്റെ കളിയാണല്ലോ. ഖനികളുമായി ബന്ധപ്പെട്ട് അത് BJP ആയാലും കോൺഗ്രസ് ആയാലും JDS-ഉം ആയാലും അവിടെ പണത്തിന്റെ കളിയാണ്. ആ കളിയിൽ വലിയ രീതിയിൽ BJP-യെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞൊരു നേതാവാണ് ശിവകുമാർ. ആ ശിവകുമാറാണ് സംഘടനയെ ശക്തമായി തന്നെ, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു. DCC-യിൽ അവിടെ കർണാടക KPCC-യുടെ തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ കാലത്താണ് അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, പണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ റാലികളിൽ അദ്ദേഹം ഇങ്ങനെ കാണിക്കുമല്ലോ, അതെ, അത് ഉൾപ്പെടെ മദ്യം ഉൾപ്പെടെ നൽകുകയും അദ്ദേഹം തന്നെ അത് മാധ്യമങ്ങളെയും നോക്കില്ല, അദ്ദേഹം എല്ലാ യോഗങ്ങളിൽ പോയിട്ട് കൈവഴിയാണ്ടിട്ട് അവിടെ വന്നോ. ആ രീതിയിൽ സംഘടനയെ ചലിപ്പിച്ച് ആ പാർട്ടിയെ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. കർണാടകയിലെ ഈ ജാതി രാഷ്ട്രീയം വളരെ സങ്കീർണമാണ്. നമ്മൾ കരുതുന്ന പോലെയല്ല. അവിടുത്തെ ഈ മുന്നാക്ക വിഭാഗവും OBC-യും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗവും എല്ലാവർക്കും നല്ല സ്വാധീനമുള്ള, വളരെ കുറച്ച് മുസ്ലിം വോട്ടുകളും ഉള്ള ഒരു സ്ഥലമാണ് കർണാടക. അവിടെ വളരെ കൃത്യമായിട്ട് ആ ജാതി സമവാക്യങ്ങൾക്കനുസരിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് രൂപപ്പെടുത്തിയില്ലെങ്കിൽ കർണാടകയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അല്ല, BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കഴിയാത്തതെന്ന് ചോദിച്ചാൽ അഗ്രസീവായ നേതാക്കളില്ല. നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. അതേ ഒരു രീതിയാണ് ഈ ശിവകുമാർ കർണാടകയിൽ പയറ്റുന്നത്. കഴിഞ്ഞ BJP സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം, അദ്ദേഹം തെരുവിലായിരുന്നു, ഉപയോഗിച്ച് BJP എതിർക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിപക്ഷം അവിടെ ഉണ്ടെന്ന ധാരണയിലാണ്. വലിയ രീതിയിൽ മുന്നേറ്റമാണ്. ഒരു 130-ലധികം സീറ്റിലേക്ക് ആ കോൺഗ്രസ് പാർട്ടി കുതിച്ചു വരികയാണ് ചെയ്തത്. സർവേകൾ പോലും ഒരു 100 സീറ്റ് എന്ന് പറയുമ്പോഴാണ് അത് അതിനേക്കാൾ കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നത്. അതിന് ഒറ്റ കാരണമുള്ള ശിവകുമാർ. അതുകൊണ്ട് തന്നെയായിരുന്നു ശിവകുമാർ ആ കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയും അന്ന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോലും കോൺഗ്രസിന് കഴിയാതെ ആഴ്ചകളോളം നീണ്ടുപോകുന്ന നാം കണ്ടിരുന്നു. അവസാന ഘട്ടത്തിലാണ് ഒരു ഫോർമുല വയ്ക്കുകയും ആദ്യഘട്ടത്തിൽ സിദ്ധരാമയ്യ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കട്ടെ, അതിനുശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ, ആ രീതിയിലൊരു ഐക്യമുണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ അത് തകർന്നിരിക്കുകയാണ്. സിദ്ധരാമയ്യ എന്തായാലും അത് ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ ഈ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഥകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അഴിമതി കഥകൾ പുറത്തു വരുമ്പോഴും ആ സ്ഥലങ്ങളിലെല്ലാം മൗനം പാലിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ മൗനമാണ് ഈ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് കാരണം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല സംസ്ഥാനങ്ങളെയും എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം പ്രാദേശിക രീതിയിൽ വലിയ നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം, രാഹുൽ ഗാന്ധി പോലും, രാഹുൽ ഗാന്ധിയുടെ പിതാവോ അതോടൊപ്പം തന്നെ അമ്മ പോലും പ്രചരണത്തിന് വരേണ്ട ആവശ്യമില്ല. കാരണം ആ കൃത്യമായി തന്നെ അവർക്ക് പ്രാദേശിക നേതാക്കളുണ്ട്. വോട്ട് പിടിക്കാൻ കഴിവുള്ള പ്രാദേശിക നേതാക്കൾ ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് നേതാക്കളില്ല. ഹൈക്കമാൻഡിന് വേണ്ടി, ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാ നേതാക്കളെയും അടിച്ചമർത്തി വയ്ക്കുകയാണ്. ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ കർണാടകയിലും കാണുന്നത്. 2 നേതാക്കളെ, അവർ 2 നേതാക്കളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാതെ അത് വലിയ രീതിയിൽ കത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അദ്ദേഹത്തിന് കാത്തു 3 ദിവസമാണ് ഈ നേതാക്കൾ ഡൽഹിയിൽ ഇരുന്നത്. പക്ഷേ അവരെ കാണാൻ സമ്മതിക്കാതെ, കൂട്ടാക്കാതെ അദ്ദേഹം ഒറീസയിലേക്ക് പോവുകയാണ്.
ഇതിനൊരു സമാനമായ ഒരു നീക്കം തന്നെ കാണാൻ കൂട്ടാക്കാത്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു. അത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അദ്ദേഹം ഇത്തരം പരാതികൾ പറയാനായി രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തുകയും പിന്നീട് ഈ അജണ്ട തന്നെ അദ്ദേഹം കാണാതെ അസാമിൽ ഈ ഹിമന്ത ബിശ്വാസും തരുൺ ഗൊഗോയും തമ്മിൽ വലിയ കടുത്ത മത്സരമായിരുന്നു, പോരായിരുന്നു, ഗ്രൂപ്പ് കളിയായിരുന്നു. ഈ രാഹുൽ എല്ലാ കാലത്തും തരുൺ ഗൊഗോയ്ക്കൊപ്പമാണ് നിന്നത്. അതാണ് ഹിമന്ത ബിശ്വാസിനെ ചൊടിപ്പിച്ചത്. അല്ല, അദ്ദേഹം കാണാൻ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ അവസരം, കാരണം ഒരാൾ പരാതിയുമായി വരുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല. പറഞ്ഞ് പരിഹരിക്കുകയാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അതിന് തയ്യാറാകാതെ ഇരുന്നത് കൊണ്ടാണ് അദ്ദേഹം അവസാനം പാർട്ടി വിടുകയും ആ പാർട്ടി വിടുന്നതിന്റെ ഫലമായി തന്നെ കോൺഗ്രസിനെ ആ സപ്തസുന്ദരികളായ അറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയുകയാണ് അദ്ദേഹം ഒറ്റ കരുത്തിൽ, അദ്ദേഹത്തിന്റെ കരുത്തിൽ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചാണക്യൻ എന്നാണല്ലോ. ആ 7 സംസ്ഥാനങ്ങളെയും കൃത്യമായി BJPയുടെ അടുത്തെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയാണ്. അത്തരത്തിലൊരു നീക്കം ഇനി ചിലപ്പോൾ ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അദ്ദേഹം ഈ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിച്ചില്ലെങ്കിൽ ശിവകുമാർ ചിലപ്പോൾ BJPയിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടല്ലോ, അദ്ദേഹം പാർട്ടി പുലർത്തി BJPയിലേക്ക് പോകുമെന്ന്. അന്ന് ശിവരാത്രിക്ക് പിന്നാലെ തന്നെ കൃത്യമായി അവിടെ പറഞ്ഞു കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സംസ്ഥാനം കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവിടുത്തെ സംഘടനാ പ്രശ്നമാണ്. സംഘടനാപരമായി അവർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിലടി രൂക്ഷമാണ്. ശിവകുമാറും സിദ്ധരാമയ്യയും കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ശിവകുമാർ ആ മന്ത്രി പദവി അർഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് അറിയാമല്ലോ, ഹൈക്കമാൻഡിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ശിവകുമാർ. ഈ മഹാരാഷ്ട്രയിലെല്ലാം ഈ BJP കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തുന്ന ശിവകുമാറാണ്. ശിവകുമാർ പണവുമായി ബന്ധപ്പെട്ടും അല്ലാതെ തന്ത്രപരമായി BJPക്ക് റിസോർട്ടിലേക്ക് മാറ്റാനും ഒക്കെ ഒത്ത എതിരാളിയായിരുന്നു. അദ്ദേഹത്തെയാണ് എന്തായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ചവിട്ടി താഴ്ത്തുന്നത്. സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തെ ഇനി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നത് തന്നെ സംശയമാണ്. പക്ഷെ ശിവകുമാർ ഇപ്പോഴും വലിയ ചെറുപ്പമാണ്, അല്ലെ? ഒരു രാഹുൽ ഗാന്ധിയുടെ 55കാരനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് 60-65 വയസ്സേ കാണാൻ. അദ്ദേഹം ഒരു മധ്യവയസ്കനാണെന്ന് പറയാം. അങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരു നേതാവിനാണ് ഇപ്പോൾ അവർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. ആകെ പാർട്ടിക്ക് ദക്ഷിണേന്ത്യ പരിശോധിച്ചാൽ സംഘടനാ സ്വാധീനമുള്ളത് കർണാടകയിൽ മാത്രമാണ്. നാം കേരളം പരിശോധിച്ചാൽ അറിയാം, ഇവിടെ മുസ്ലിം ലീഗിന്റെ നട്ടെല്ലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. തമിഴ്നാട് പരിശോധിച്ചാൽ അറിയാം, അവിടെ DMKയുടെ നട്ടെല്ലാണ് നിൽക്കുന്നത്. പിന്നെയുള്ളത് ആന്ധ്രയിലാണെങ്കിൽ പാർട്ടിയേ ഇല്ല, അല്ലേ? പാർട്ടി ഇല്ലാത്ത അവസ്ഥയാണ്. തെലങ്കാനയിൽ ഇപ്പോൾ ഒരു വ്യക്തിയിലാണ്, രേവന്ത് റെഡ്ഡി എന്നൊരു വ്യക്തിയിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. കാരണം ഈ ആന്ധ്ര വിഭജനത്തിന് ശേഷം തന്നെ പൂർണ്ണമായി തന്നെ ആ പാർട്ടി അവിടെ തകർന്നടിയുകയാണ് ചെയ്തത്. രേവന്ത് റെഡ്ഡി എന്ന അദ്ദേഹം ആദ്യം AAP ആണ്, അല്ലേ? BJP ആയിരുന്നു. അദ്ദേഹം RSSലൂടെ വളർന്നു വന്ന ഒരാളാണ്. പിന്നീട് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അല്ല, പിന്നീട് TDPയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിലേക്ക് വന്ന അദ്ദേഹം MP ആകുന്നു. MP ആയതിനു ശേഷം അദ്ദേഹം നിരന്തരം പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു, വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം എന്ന ഒറ്റ മുഖം ഉയർത്തിക്കാട്ടിയാണ് അവിടെ ഈ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അദ്ദേഹം മറുകണ്ഠം മറ്റേതെങ്കിലും പാർട്ടിയിൽ ചാടുകയാണെങ്കിൽ മുൻപ് നാം കണ്ടതുപോലെ തന്നെ ആന്ധ്ര വിഭജനത്തിന് ശേഷം കണ്ട പോലെ തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ദക്ഷിണേന്ത്യയിൽ വളരെയധികം സ്വാധീനമുള്ള, ഈ കേരളത്തിൽ പോലും പണം വരുന്നത് കർണാടകയിൽ നിന്നാണെന്നൊരു ഇതുണ്ടല്ലോ. അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ വിജയിച്ചതും അന്നും അതിൻ്റെ പ്രധാന ചുക്കാൻ പിടിച്ചത് ശിവകുമാറാണ്. തെലങ്കാനയിൽ വലിയ രീതിയിൽ പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിച്ചതും ശിവകുമാറാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അപമാനിക്കുന്നത്. 3 ദിവസം അദ്ദേഹം അവിടെ തങ്ങി. എന്നിട്ടും അദ്ദേഹത്തെ കൂട്ടാക്കാൻ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒറീസയിലേക്ക് പോവുകയാണ്. ഒറീസയിൽ ആകെ ഉള്ളത് ഒരു MP ആണ്. 20 MP-മാരും BJPയും ആകെ ഒരു MP കോൺഗ്രസുമാണ്. ആ സംസ്ഥാനത്തിലേക്കാണ് ഇദ്ദേഹം ഓടുന്നത്. അവിടെ എന്താണ് മലമറിക്കാനുള്ളത്? സ്വന്തം ശക്തി കേന്ദ്രത്തിൽ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാതെ മറ്റൊരു ഒരു സ്വാധീനമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നതും അതെന്തായാലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും ഇനി ഉണ്ടാക്കി വെക്കുക.